ആ താപ്പില് അവൻ ഓമനയുടെ മനസ്സിലേക്ക് കയറി. പിന്നെ അവ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവ അവളെ കെട്ടി. ഇപ്പൊ രണ്ടാളും വെസ്റ്റ്പോർട്ട് ആസ്പത്രിയിലെ ഡോക്ടേഴ്സാ. പിന്നെ ആ ചിങ്ങണ്ണിനെ വിട്ടില്ല. റീജൻസി ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മത്സരിച്ചപ്പോ ധാവൻ ആര് ജോസിയാരും ഡോക്ടർ മുണ്ട് മതിയായിരുന്നു. ഏയ് കോട്ട് വേണം കോട്ട് വേണം. ഇപ്പൊ സകല തെണ്ടികൾ കോട്ടിട്ടാ നടക്കണം. പിന്നെ താനെന്താ ഇടാത്തെ? ചോദ്യം അപ്പൊ എന്നെ താൻ കോട്ടിടാത്ത? താൻ ധ്യാനത്തിന് പോയിട്ട് വെള്ളടി നിർത്തിന്ന് പറഞ്ഞിട്ട് ധ്യാനത്തിന് പോയിപ്പോ നിർത്തി. ധ്യാനം നിർത്തി ഇപ്പൊ തുടങ്ങി. ഉതുപ്പേട്ട നമ്മൾ എന്തിനാ ഈ വേഷം കെട്ടണേ? നമ്മുടെ ചില പോരായ്മകളൊക്കെ പരിഹരിക്കാനല്ലേ. നമ്മുടെ പാഞ്ചി ആള് കോടീശ്വരനാ, പക്ഷെ എഡ്യൂക്കേഷൻ ഇല്ലല്ലോ. എഡ്യൂക്കേഷനുള്ള ഡോക്ടർ ജോസ് ആണ് ഓപ്പോസിറ്റ്. അപ്പൊ നമ്മള് ലുക്കിൽ പിടിച്ചു നിക്കണം. പ്രാഞ്ചി നീ ആ പ്രസംഗം പറഞ്ഞേ. ഒരെണ്ണം ഒഴിക്കടാ. കഴിച്ച രണ്ടെണ്ണം കോട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോ എതിലേ പോയി. മെന്നെ തുടക്കം തൊട്ടെ. പൂവാ പൂ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക്. പൂ വെച്ച് തുടങ്ങുന്ന വാക്കാണെങ്കിൽ ഞാൻ പറയട്ടെ. താൻ ഈ പൂന്ന് പറയാണ്ട് ആദ്യത്തെ വരികണ് മുഴുവൻ പറഞ്ഞു കൊടുക്കണം എന്നെ. ഇതിപ്പോ തെറിയൊന്നല്ലോ. പൂരങ്ങളുടെ പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ ഈ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. എങ്ങനെയുണ്ടോ? ഒഴുകണം. ഇടയ്ക്ക് തട്ടും തടവില്ലാതെ. അതിപ്പോ എങ്ങനെ പറയാ? ഈ ആവണക്കെണ്ണ കുടിച്ചിട്ട് വയറ്റ് ചെയ്ത് പോണ പോലെ ഉതുപ്പേട്ട ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് എങ്ങനെ കുറച്ച് അന്തസ് വേണ്ടേ? അയ്യേ അതെ, പൂ വെച്ചുള്ള വാക്ക് കിട്ടിയ. കിട്ടി. പൂ വെച്ചിട്ടുള്ള വാക്ക് നിനക്ക് വേണോ? പറയണോ മാപ്പിളെ? ഒരെണ്ണം അടിക്കട്ടോ. ഇതെന്താ കൊല്ലപരീക്ഷ? പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എന്തോ ഒരു അനുഭവമുള്ള ആളാണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. കടുത്ത മത്സരാ നടക്കാൻ പോണേ. ഈ കോട്ടിന്റെയും പ്രസംഗത്തിന്റെയും പച്ചയില് സംഗതി നടക്കണം. അല്ലെങ്കിൽ ഗോപിയേട്ടാ ഗോപി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ കലക്കൂടോ. താൻ നോക്കിക്കോ. യൂസപ്പേ തീയ ബാഹുലേന്ന് വിളിക്കടാ.